ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് സാധാരണ ഇതിൽ നമ്മുടെ ലാപ്ടോപ്പിലെ വൈഫൈ കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ അകത്ത് സാധാരണ ഇതിൽ വൈഫൈ വരാറില്ല. ആ ഡെസ്ക്ടോപ്പിൽ വൈഫൈ കാർഡ് ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇത്തരത്തിലുള്ള USB, അതായത് ഒരു വൈഫൈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് USB ടു വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ്. USB ടു വൈഫൈ അഡാപ്റ്ററാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ലോക്കൽ ഷോപ്പിൽ നിന്നോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. അത് നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് USB പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ വൈഫൈ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലൈൻ്റ് ആയ വൈഫൈക്ക് പകരം ഈ വൈഫൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഡിവൈസ് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നെറ്റ്വർക്ക് ഡ്രൈവ് നമുക്ക് ഓൺലൈനിൽ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഒരു CD കിട്ടും. ഞാനിപ്പോൾ ഓൺലൈനിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത്. എൻ്റെ CD ഡ്രൈവ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ് ഈ കാണുന്നത്, ഡെസ്ക്ടോപ്പിൽ കാണുന്നത്. ഇത് ഞാൻ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി എനിക്കൊരു വൈഫൈ ഉണ്ട്, വൈഫൈ നെറ്റ്വർക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാൻ ആ വൈഫൈ നെറ്റ്വർക്കിനെ ആദ്യം ഡിസേബിൾ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെറ്റ്വർക്ക് വൈഫൈ ഞാൻ ഇത് ഡിസേബിൾ ചെയ്തിട്ട്, ഇത് ഓൾറെഡി ഉള്ള വൈഫൈ ഡിവൈസാണ്, അത് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ട് അതിനുശേഷം ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു. USB ടു വൈഫൈ ഡിവൈസിൻ്റെ നെറ്റ്വർക്ക് USB ടു വൈഫൈയുടെ ഡ്രൈവർ ഫയൽസാണ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുന്നത്. അക്സെപ്റ്റ് കൊടുക്കാം, പക്ഷെ നെക്സ്റ്റ് അടിക്കാം. ഇൻസ്റ്റാൾ ഡ്രൈവർ ആൻഡ് നമുക്ക് ഡ്രൈവേഴ്സ് മാത്രം മതി യൂട്ടിലിറ്റി ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഡ്രൈവർ ഓൾറെഡി ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, കാരണം അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ മാത്രം നമുക്ക് മതി. നെക്സ്റ്റ് അടിച്ചു ഇൻസ്റ്റാൾ കൊടുക്കുന്നു. ഡ്രൈവർ CD ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ പുതിയൊരു നെറ്റ്വർക്കിൻ്റെ വൈഫൈ നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നത് കാണാൻ കഴിയും. ഇത് നമുക്ക് ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൻ്റെ വൈഫൈ കംപ്ലൈൻ്റ് ആവുകയും അതിൻ്റെ സ്പീഡ് കുറയുക എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വൈഫൈ അഡാപ്റ്റർ ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ആ കാർഡിന് പകരം നമുക്ക് ഇത്തരത്തിലുള്ള USB അഡാപ്റ്റർ മേടിച്ചിട്ട് ആ ഇഷ്യൂ സോൾവ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ അകത്തൊരു വൈഫൈ വന്നേക്കണം. നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിസേബിൾ ചെയ്ത വൈഫൈയും കാണാൻ കഴിയും. പുതിയൊരു വയർലെസ് നെറ്റ്വർക്ക് കണക്ഷൻ 2 എന്നും പറഞ്ഞ് ഒരു നെറ്റ്വർക്ക് കണക്ഷൻ വന്നേക്കുന്നത് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൽ 2 നെറ്റ്വർക്ക് കണക്ഷൻ വന്നു. ഇപ്പം പഴയത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് അത് ആക്റ്റീവ് അല്ലാണ്ട് കാണിക്കുന്നത്. ആക്റ്റീവ് അല്ലാണ്ട് കാണിക്കുന്നത്. ഇപ്പം ഇൻസ്റ്റാൾ ചെയ്തത് പുതിയ വൈഫൈ ഡിവൈസ് ആണ് ഇപ്പോൾ ആക്റ്റീവ് വരുന്നത്. ഞാനിപ്പോൾ USB റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പോകുന്നത് കാണാൻ കഴിയും. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയി. ഇനി വീണ്ടും കണക്ട് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി വരും. പിന്നെ നമ്മൾ രണ്ടാമത് ഈ USB അഡാപ്റ്റർ രണ്ടാമത് റീകണക്ട് ചെയ്യുമ്പോൾ പിന്നെയും അതിൻ്റെ ഡ്രൈവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൺസ് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. നമ്മൾ എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ മാത്രം ഈ USB ഡിവൈസ് എടുത്ത് കണക്ട് ചെയ്താൽ മതി. ഇതുമാതിരി തന്നെ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലും ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കാർഡോ മറ്റൊന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഇത്തരത്തിലുള്ള USB ടു വൈഫൈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നെറ്റ്വർക്കും വൈഫൈയും കണക്ട് ചെയ്യാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.